മലയാളം ബിഗ് ബോസ് സീസൺ 7 ഇന്ന് നമ്മുടെ ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത് അയാൾ കഥ എഴുതുകയാണ്. ബിഗ് ബോസ് വീട് ഒരു സിനിമാ ഹൗസായി മാറാൻ പോവുകയാണ്. ഈ ബിഗ് ബോസ് വീട്ടിൽ നിങ്ങൾ തുടക്കം മുതൽ 10ാം ആഴ്ച വരെ എത്തി നിൽക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നുപോയ സാഹചര്യത്തെയാണ് സിനിമയായിട്ട് നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതിന് തിരക്കഥ ഉണ്ടായിരിക്കണം, സംഭാഷണം ഉണ്ടായിരിക്കണം, ടൈറ്റിൽ ഉണ്ടായിരിക്കണം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സിറ്റുവേഷൻ ഉണ്ടായിരിക്കണം, ക്യാരക്ടേഴ്സിന് ഡയലോഗ്സ് ഉണ്ടായിരിക്കണം. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 11 പേർക്കും പ്രാധാന്യത്തോടുള്ള ക്യാരക്ടേഴ്സ് കൊടുക്കണം. അല്ലെങ്കിൽ പ്രാധാന്യം കുറഞ്ഞ ക്യാരക്ടറാണെങ്കിലും കൊടുത്തിരിക്കണം. പക്ഷേ എല്ലാവരും ഈ 11 പേരും ഈ കഥയിൽ ഇൻക്ലൂഡ് ആയിരിക്കണം എന്നാണ്. ആ സമയത്ത് നമ്മുടെ അനീഷേട്ടൻ വന്ന് കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദിലനോട് വന്ന് ചോദിക്കുന്നുണ്ട്, ആദിലനെ ഞാൻ കുറച്ച് മോഡേൺ ഗേളായിട്ട് സിഗരറ്റൊക്കെ വലിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് എഴുതിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കഥയല്ലേ, ചേട്ടൻ എഴുതിക്കോ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അനീഷേട്ടന് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ആദിലൻ്റെ സ്റ്റോറി കുറച്ചൊക്കെ കാണിക്കുന്നുണ്ട്. ഭയങ്കര രസമുള്ളൊരു രീതിയിലാണ്, ഒരു ഫണ്ണായിട്ടാണ് ആദിലത് കൊണ്ടുപോയിട്ടുള്ളത്. നല്ല രസമുണ്ട്. എന്താണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആരുടെയും കഥ പറയാൻ തുടങ്ങിയിട്ടില്ല. ജസ്റ്റ് ഒരു പാർട്ട് മാത്രം ആദിലയും നൂറയും അതേപോലെ തന്നെ അനുമോളും കൂടെ വായിച്ചു കൊടുക്കുന്ന ഒരു പാർട്ട് മാത്രമാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്.